ഇപ്പം ലൈവിൽ ബിഗ് ബോസ് അനിമോളോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ കൺഫെഷൻ റൂമിൽ ചെന്നിരുന്നിട്ട് എന്താ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നു. എന്താണ് അനിമോൾക്ക് പറ്റിയത്, ആകെ ടെൻസ്ഡായിട്ടിരിക്കുവാണല്ലോ, ഒന്ന് മനസ്സ് തുറക്കൂ എന്ന് പറയുന്നു. അപ്പം അനിമോൾ പറയണത് ബിഗ് ബോസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരുപാട് സന്തോഷം ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്താണ് പ്രയാസം എന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു പറയുന്നു. അപ്പോൾ അനിമോൾ പറയുന്നത് ഇവിടെ ബിഗ് ബോസ് എല്ലാവരും പറയുന്നത് ഞാൻ PR വർക്കിലാണ് നിൽക്കുന്നത്, ഇതുവരെ എത്തിയതും PR വർക്കിൻ്റെ ബലത്തിലാണെന്ന് പറയുന്നു ബിഗ് ബോസ്. അത് ബിഗ് ബോസിന് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഒരിക്കലും ഇല്ല, ഇവിടെ അങ്ങനെ PR ബലത്തിൽ നിൽക്കാൻ പറ്റില്ല, പ്രേക്ഷകരുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓരോ കണ്ടസ്റ്റൻസും ഇവിടം വരെ എത്തി നിൽക്കുന്നത്, അല്ലാതെ PR വർക്കിൻ്റെ ബലത്തിലൊന്നും അല്ല. അനിമോൾ അതൊന്നും ഓർക്കണ്ട, ഇനിയിപ്പോൾ ഗെയിമിൽ നല്ല പോലെ ശ്രദ്ധിക്കൂ, ഇനി ഫിനാലേക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, അതൊക്കെ സ്വപ്നം കാണൂ, അതൊക്കെ മനസ്സിൽ കണ്ട് അങ്ങനെ സന്തോഷിക്ക്, ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ പറഞ്ഞ് ബിഗ് ബോസ് ഞാൻ അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടും അവർ എന്നെ ഓരോന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി, അവസാനം എന്നെ ഒറ്റപ്പെടുത്തി. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത്, അപ്പോൾ ആരും ഒറ്റപ്പെടുത്തിയാലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, അതാണ് വേണ്ടത്, അതാണ് വിജയം എന്ന് പറയുന്നത്. അല്ല മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നോ മറ്റുള്ളവർ നമുക്ക് എന്ത് പറയുന്നോ അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അതുകൊണ്ട് മനസ്സിലെ എല്ലാ ടെൻഷൻ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി ഇനിയും ഫിനാലയിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ടാസ്കൊക്കെ നല്ലപോലെ കളിക്കുക, മനസ്സിലെ ടെൻഷനൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോവുക എന്ന് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നത് ഇപ്പം മനസ്സൊക്കെ ഒന്ന് ശാന്തമായോ, സമാധാനമായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു ബിഗ് ബോസ് സമാധാനമായി, ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി എന്ന് പറയുന്നു. അതാണ് ഇപ്പം ലൈവിൽ നടന്നത്.